ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദൻ. ഭാഗം 1618. ഇന്ന് ജൂൺ മാസം 5-ാം തീയതി 157-ാമത്തെ ദിവസത്തിലെത്തി. എന്തായാലും തൽക്കാലം ഞാൻ അധ്യാപകരിലേക്ക് എത്തുകയാണ്. മാതാപിതാക്കളോട് കഴിഞ്ഞ പുലരി വരെ പറഞ്ഞത് മതിയെന്ന് വിചാരിച്ചിട്ടല്ല, അമിതമായെന്ന് തോന്നലുമില്ല. പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് എനിക്ക് എന്റെ ജീവിതം കൊണ്ട് നിലപാടുകൊണ്ടും നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് തൽക്കാലം നിർത്തിയതും അടുത്തവരെ കണ്ടെത്തിയതും കൂട്ടിപ്പിടിച്ചതും. അധ്യാപകരോടാണ്. അതിനു മുമ്പ് ഈ പ്രായത്തിനിടയിൽ ജീവിതത്തിൽ കടന്നു വന്ന, കയറി ഉള്ളിൽ നിന്ന, എപ്പോഴോ ഇറങ്ങിപ്പോയ, ഇപ്പോഴും ഉള്ളിലുള്ള സകല അധ്യാപകരെയും ആദരവോടുകൂടി നമിക്കുകയാണ്, ഓർക്കുകയാണ്. അധ്യാപകരൊക്കെ ഇനി എന്നാണ് ശരിക്കും ആചാര്യന്മാരായി മാറുന്നത്? ഇങ്ങനെ ഗുരുക്കന്മാരെയൊക്കെ ഓർക്കുമ്പോ ശ്രീനാരായണ ഗുരുവിനെയും പിന്നീട് ഗുരു നിത്യചൈതന്യതിയൊക്കെ വല്ലാതെ ഓർത്തു പോകുന്നുണ്ട്. ഗുരുദേവന് ജീവിച്ച കാലഘട്ടം കൊണ്ട് എന്നെയൊക്കെ സംബന്ധിച്ച് ഒത്തിരി ദൂരെ ആയിരുന്നെങ്കിൽ ഗുരു നിത്യചൈതന്യതി തൊട്ടടുത്തായിരുന്നു. അക്കാലത്ത് സ്കൂളിലെ പഠനകാലത്ത് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനോടൊക്കെ ഒന്നിച്ച് കത്തുകൾ എഴുതുമായിരുന്നു. ഗുരുവിന്റെ കടിച്ച പൊട്ടാത്ത, വിഴുങ്ങിയ ദഹിക്കാത്ത പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആവേശത്തിലായിരുന്നു. കത്തുകൾ നിറയെ സ്വന്തം സങ്കടങ്ങളുമായിരുന്നു. ഈ ചെറിയ കൂട്ടുകാരൊക്കെ എഴുതുന്ന കത്തുകൾ അവിടെ നീലഗിരിയില്, ഫേൺഹില്ലിൽ, ഊട്ടിയില് ആശ്രമത്തിൽ എത്തുമോന്ന് പോലും സംശയമുണ്ടായിരുന്നു. എത്തിയെന്ന് മാത്രമല്ല, അതിനൊക്കെ സ്വന്തം കൈപ്പടയിൽ മറുപടി എഴുതുമായിരുന്നു. അവശതയുടെ, വാർദ്ധക്യത്തിന്റെ, രോഗത്തിന്റെ ഏതാണ്ട് അവസാന കാലത്ത് സ്വന്തം കൈപ്പടയിൽ എഴുതുന്നത് ഒഴിവാക്കിയെങ്കിലും ശിഷ്യന്മാരെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുത്ത് എഴുതിക്കുമായിരുന്നു. ഒടുവില് കത്തുകളൊക്കെ തീരുന്നിടത്ത് സ്നേഹപൂർവ്വം നിത്യ എന്നെഴുതി ഒരു വര വരയ്ക്കുമായിരുന്നു. അങ്ങനെ ചില പ്രതീക്ഷകള്, പ്രത്യാശകള്, ചില സാധ്യതകള്, ആദരവുകളൊക്കെ അത്രയും വലിയൊരു ഗുരുവിൽ നിന്ന് കിട്ടാനായിട്ട് കഴിഞ്ഞതുകൊണ്ടാവും ബാല്യകാലവും തുടർന്നുള്ള കാലവും ഒക്കെ ഒത്തിരി തെറ്റിപ്പോകാനില്ല. പറഞ്ഞു വരുന്നത്, എപ്പോഴാണ് നമ്മൾ അധ്യാപകരൊക്കെ ശരിക്കും കുറെ കൂടി താഴേക്കിറങ്ങി വരിക? ചില നേരങ്ങളിലൊക്കെ എനിക്കും തോന്നുന്നുണ്ട് ഞാനും ഒരു അധ്യാപകനാണെന്ന്. ആ സ്ഥിതിക്ക് ഞാൻ എന്നോട് തന്നെയാണ് ചോദിക്കുന്നതും പറയുന്നതും, ഇത്രത്തോളം ഒരു അപ്പർ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? കുറെ താഴേക്കിറങ്ങാൻ പറ്റുമോ? കുറെ എന്ന് പറഞ്ഞാൽ ഏറെ താഴേക്കിറങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ അവർക്കൊപ്പം ഒന്ന് എത്താൻ പറ്റുമോ? തോളിൽ കൈയിട്ട് നടന്ന് സംസാരിച്ച അധ്യാപകനുണ്ട് എന്റെ ജീവിതത്തിൽ. ഇയാൾ ഭയങ്കര ഉഴപ്പാണ് കേട്ടോ. ഇങ്ങനെ പോയാൽ ഇയാൾ എങ്ങും എത്തില്ലെന്നല്ല, വലിയ നാശത്തിൽ വേഗം എത്തുമെന്ന് തന്നെയാണ് ചെവി പറഞ്ഞത്. പക്ഷെ അവിടെ കാട്ടിയ സ്വാതന്ത്ര്യവും സ്നേഹവും അടുപ്പവും ഒക്കെ അവരെ പോലും അറിയാതെ എന്റെ കണ്ണ് നിറയിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ശരിയിലേക്കുള്ള അന്വേഷണമൊക്കെ തുടങ്ങിയത്. അധ്യാപകരെ, നമുക്ക് എല്ലാവർക്കും കുറെ കൂടി താഴേക്കൊന്നിറങ്ങാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.